നമുക്ക് ആ ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ള തീം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ ക്ലാസ്സിലും തുടർന്നുള്ള കുറച്ച് ക്ലാസ്സുകളായിട്ട് നമുക്കത് പഠിക്കാം. നമ്മൾ ആ സ്റ്റഡി ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യുവിൽ നിന്നാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. സോ നമ്മൾ ആ മാത്യു എന്തുകൊണ്ട് വൈ ഈസ് മാത്യു സ്പെഷ്യൽ എന്നുള്ളൊരു കാര്യത്തിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ക്വിക്ക് റീക്യാപ്പ് ഓഫ് ലാസ്റ്റ് ക്ലാസ് വരാൻ പറ്റാതെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒന്ന് ക്വിക്ക് റിവിഷൻ. മാത്യു അറേഞ്ച് ചെയ്തേക്കുന്നത് വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ്. ഓരോ കർത്താവിന്റെ ലൈഫിലെ സംഭവങ്ങൾക്കിടയിൽ 5 പ്രസംഗങ്ങൾ അറേഞ്ച് ചെയ്താണ് മാത്യു അത് എഴുതിയേക്കുന്നത്. ദൈവം അങ്ങനെയാണ് ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു അറേഞ്ച് ചെയ്ത് നമുക്ക് എഴുതി തന്നത്. അപ്പൊ ഈ 5 സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ 5 പ്രസംഗങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച കണ്ടു ആദ്യത്തെ സെക്ഷൻ 5 to 7 അത് സെർമൺ ഓൺ ദ മൗണ്ട് ആണ്. അവിടെയും കർത്താവിന്റെ ഡിസൈപ്പിളായി എന്ന് പറഞ്ഞ് പിന്തുടരുന്ന വളരെയധികം ആളുകൾ ഉണ്ടായിരുന്നു. അവരോട് കർത്താവ് പറഞ്ഞതാണ്, എന്നെ പിന്തുടരുന്നതൊക്കെ നല്ലതാണ്, ഞാൻ ഇതാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിയിലെ ചില സംഭവങ്ങളെ ചില ഡിസിഷൻസിനെ ഞാൻ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ദൈവത്തെ പിന്തുടരുന്നവർ ദൈവത്തിന്റെ വ്യാഖ്യാനവും സ്വീകരിക്കണം. 10-ാം അധ്യായത്തിൽ അടുത്ത പ്രസംഗം കാണാം. അവിടെയും വളരെ ഭയം കൂടാതെ ദൈവത്തെ അനുസരിക്കണം എന്നുള്ള ഒരു ഐഡിയയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. 13-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തെ പറ്റിയുള്ള ചില ഡിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ്. അപ്പം ദൈവരാജ്യത്തെ പറ്റി ചില ഉദ്ദേശങ്ങളുണ്ട്. അത് ഇങ്ങനെയൊക്കെയാണ്, നമ്മളത് അറിഞ്ഞിരിക്കണം, അത് സ്വീകരിച്ചിരിക്കണം, അതിനോട് പൊരുത്തപ്പെട്ടോണം. അതാണ് അതിന്റെ ഉദ്ദേശം. ദൈവത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ചെയ്യായിരുന്നു എന്ന് പറയാതെ നമ്മൾ അതിന് പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോകണം എന്ന ആശയമാണ് 13-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച സമ്മറൈസ് ചെയ്തത്. 18-ാം അധ്യായത്തിൽ ഹ്യൂമിലിറ്റിയെ പറ്റി ഒരു പ്രഭാഷണമാണ്. അതാണ് മേജർ ഐഡിയ. ആ ഭാഗത്ത് അതൊരു എസെൻഷ്യൽ ആയിട്ടൊരു കാര്യമാണ്. ദൈവത്തെ പിന്തുടരുന്നവർ എപ്പോഴും താഴ്മയിലല്ലാതെ ദൈവസന്നിധിയിൽ ചെല്ലാൻ പറ്റില്ല എന്ന ഒരു കാര്യം കർത്താവ് വീണ്ടും പറഞ്ഞു. അതിനുശേഷം 24-25 അധ്യായത്തില് ഒലിവ് മലയിലെ പ്രഭാഷണം, അതിനകത്തും ഫ്യൂച്ചറിനെ പറ്റിയാണ് കർത്താവ് പ്രസംഗിക്കുന്നത്. അങ്ങനെ കർത്താവിനെ പിന്തുടരാൻ ആഗ്രഹിച്ചവരുടെ കൂട്ടം ഉണ്ടായപ്പോൾ കർത്താവ് 5 സ്ഥലങ്ങളിൽ 5 സമയമായിട്ട് പറഞ്ഞ 5 പ്രസംഗങ്ങൾ. ഇതിലധികം പ്രസംഗങ്ങളും ഉണ്ട്, ഇതിൽ കൂടുതലുണ്ട്. ബട്ട് ഗോഡ് വാണ്ട്സ് us to see 5 sermons through gospel according to Matthew. Why sermons from the gospel according to Matthew? Why is that special? ഒന്ന്, Jesus preached about crucial issues to those who followed him. കർത്താവിനെ പിൻഗമിക്കണം എന്ന് പറഞ്ഞു വന്നവരോടെല്ലാം ഇതൊക്കെയാണ് ക്രൂഷ്യൽ കാര്യങ്ങൾ എന്ന് അവിടെ പ്രസംഗിച്ചിരുന്നു. രണ്ടാമത്, ദ വേ ഗോഡ് അറേഞ്ച്ഡ് മാത്യൂസ് ഗോസ്പൽ ഈസ് ക്രൂഷ്യൽ. അതായത് നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഗോഡിന് ഇമ്പോർട്ടന്റ് ആയിരുന്നു ഈ പ്രസംഗങ്ങൾ ഈ ഓർഡറിൽ തന്നെ കേൾക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ആ ഓർഡറിൽ തന്നെ നമുക്ക് എഴുതി തന്നത്. ഈ ഗോസ്പലിൽ അല്ലെങ്കിൽ ഗോസ്പൽസിൽ ഉടനീളം കാണുന്നത് കർത്താവ് ഏറ്റവും കൂടുതൽ ആളുകളെ കറക്റ്റ് ചെയ്തത് ആത്മീയരാന്ന് സ്വയം വിചാരിച്ച് നടന്ന പരീശന്മാരെയും സദൂക്യരെയും സ്ക്രൈബ്സിനെയും ലോയേഴ്സിനെയുമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മൾ തന്നെ ആത്മീയരാണെന്നൊക്കെ തോന്നും എങ്കിലും നമ്മൾ ആ തോന്നൽ നമുക്കുള്ളത് കൊണ്ട് ശരിക്കും ആത്മീയരാണോ അല്ലയോ എന്ന് നമുക്കത് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. മുന്നോട്ട് പോകാം. നമ്മൾ 2 കാര്യങ്ങൾ മേജറായിട്ട് ഡിസ്കസ് ചെയ്തു. ഒന്ന്, വാട്ട് ഈസ് ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ്? ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന വേ ഓഫ് ലൈഫ്, ജീവിത രീതിയാണ്. വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ സുവിശേഷം കേട്ട് സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന സന്തോഷ വാർത്ത സ്വാഗതം ചെയ്ത് അത് പറയുന്ന ചില കാര്യങ്ങൾ ചെയ്ത് ദൈവവുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള വേ ഓഫ് ലൈഫാണ്
ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവായിട്ടൊരു ആത്മബന്ധം, സ്നേഹബന്ധം, അങ്ങനെ അതിലാരംഭിക്കുന്ന ഒരു ജീവിത ശൈലി, അതാണ് ഗോസ്പൽ. അതുകൂടാതെ ഈ ജീവിതശൈലി ഒരു സഭയിൽ വന്ന് കൂടി, അത് പ്രമാണമാണ്. അങ്ങനെയുള്ള സഭയിൽ ചെറിഷ് ചെയ്ത് വളർത്തിയെടുത്ത് എക്സസൈസ് ചെയ്ത് അങ്ങനെ ചെറിഷ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇപ്പൊ ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പിൽ നമ്മൾ സുവിശേഷത്തെ എങ്ങനെ കാണുന്നു, അതിൽ കൂടെ എന്തെല്ലാം ചെയ്യുന്നു, അത് എവിടെ പ്രവർത്തിക്കുന്നു, സഭയെ എങ്ങനെ കാണുന്നു, സഭയിൽ നമ്മൾ അത് എങ്ങനെ എക്സർസൈസ് ചെയ്യുന്നു, ഇതാണ് ബേസിക് വേ ഓഫ് ലൈഫ്. അത് കൂടാതെ തന്നെ true Christian discipleship is based on some emotions. വികാരം കൊണ്ട് നിറഞ്ഞ ഒരു വേ ഓഫ് ലൈഫ്. വെറുതെ മന്ത്രം പോലെയല്ല, അല്ലെങ്കിൽ കുറെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി എന്ന ഒരു ജീവിതമല്ല. കാരണം നമ്മൾ ക്രിസ്തു എന്ന വ്യക്തിയോട് ഒരു ആത്മബന്ധം പുലർത്തുന്നത് കൊണ്ട് അതിനകത്ത് വികാരമുണ്ട്. നമുക്കും വികാരമുണ്ട്, കർത്താവിനും വികാരമുണ്ട്. അപ്പൊ ആ വികാരപരിതനായി വേണം നമ്മൾ സുവിശേഷത്തിന് കീഴിൽ ജീവിക്കാനും സഭയിൽ നമ്മൾ അത് ചെറിഷ് ചെയ്യാനും. അപ്പൊ ആ വികാരങ്ങൾ ഏതാ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്ലൈജ്ഡ് ലവ്. ദൈവത്തോട് കടപ്പാടോടുകൂടിയ ഉള്ളൊരു സ്നേഹം. അത് ഭയങ്കര റയറാ. എല്ലാവർക്കും സ്നേഹമുണ്ട്, കാരണം ദൈവം ആരെയും ചതിച്ചിട്ടില്ല, കള്ളം പറയില്ല, ദൈവം സഹായിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും സ്നേഹം ഉണ്ടാവും, എളുപ്പമാണ്. പക്ഷെ കടപ്പാട് തോന്നാതെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ കടപ്പാടില്ലാതെ സ്നേഹിക്കുന്നത് ശരിക്കും ഒരു സ്നേഹം, കർത്താവിനെ സ്നേഹിക്കുന്നതല്ല. കാരണം സുവിശേഷത്തിൽ ദൈവം എന്തെല്ലാം എത്രമാത്രം ചെയ്തു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന ഒരാൾക്ക് ശരിക്കും തോന്നേണ്ടതാണ് ഒരു കടപ്പാട്. അപ്പൊ ആ കടപ്പാടോടുകൂടി സ്നേഹം ഉള്ള ഒരു സ്നേഹബന്ധം. 2, ഫിയർലെസ് ഹ്യൂമിലിറ്റി. ഈ കടപ്പാടൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ കടപ്പാട് ഉള്ളപ്പോൾ ആ കർത്താവ് നമ്മളോട് പറയുന്നത് താഴ്മയിലാണ് കാര്യം, പക്ഷെ പേടിക്കാതെ താഴ്മ. നമുക്കെല്ലാം പേടി എന്നൊരു സ്ഥലമാണ് ഹ്യൂമിലിറ്റി. നമ്മളെങ്ങാനും ബലമില്ല എന്ന് ആർക്കാർക്ക് തോന്നിക്കഴിഞ്ഞാൽ, വാട്ട് ഇഫ് അതേഴ്സ് തിങ്ക് ദാറ്റ് ഐ ആം വീക്ക്, വാട്ട് ഇഫ് ദേ ഹേർട്ട് അസ്. അപ്പം താഴ്മയിലേക്ക് പോകാനാണ് പലപ്പോഴും ആളുകൾക്ക് ഒരു പേടി. അപ്പൊ പേടിക്കാതെ താഴാൻ പറ്റുന്ന ഒരു മനസ്സ്. കാരണം കടപ്പാടുണ്ടെങ്കിലേ ആ പേടി മാറുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരാളോട് കടപ്പാടുണ്ടെങ്കിൽ ആ കടപ്പാടുള്ള വ്യക്തി പറയാണ്, നിനക്ക് എന്നോട് കടപ്പാടുണ്ടല്ലോ, നീ ആ മലയൊന്ന് കയറാൻ പറഞ്ഞാൽ നമ്മൾ പേടിയില്ലാതെ അത് കയറുന്നു, കാരണം ആ കടപ്പാട് അവിടെ ഉണ്ട്. അതുപോലെ തന്നെയാണ് എൻഡ്യൂറിങ് ഒബീഡിയൻസ്. അനുസരണമുണ്ട്, പക്ഷെ സഹനമുള്ള അനുസരണം. അനുസരിക്കാൻ കുറെ പേർക്ക് എളുപ്പമാണ്, പക്ഷെ വികാരപ്രേരിതരായിട്ട് അനുസരിക്കുമ്പോൾ വളരെ സഹിച്ച് വളരെ കാലം മരണം വരെ അനുസരിക്കും. 3, ജോയ്ഫുൾ കമ്മിറ്റ്മെന്റ്. സന്തോഷത്തോടുകൂടെ ആത്മാർത്ഥതയിൽ നമ്മൾ അനുസരിക്കും കർത്താവിനെ. അനുസരിക്കുന്നവർ കൂടുതലാണ്, കമ്മിറ്റ്മെന്റും കൂടുതലുള്ളവരാണ്. പക്ഷെ സന്തോഷം കെട്ടുപോകുന്ന സാഹചര്യം വരും. കാരണം പലപ്പോഴും കർത്താവിന് കുരിശാ കിട്ടിയെങ്കിൽ കർത്താവിനേക്കാളും ചെറിയ നമ്മൾക്ക് കുരിശല്ലാതെ വേറൊന്നും കിട്ടാനില്ല. അപ്പൊ അവിടെ സന്തോഷം എന്ന വികാരവും വേണം. അവസാനമായി പേഷ്യന്റ് ഹോപ്പ്. അങ്ങനെ ദൈവമായ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മൾ പ്രത്യാശ വെക്കുമ്പോൾ വളരെ ക്ഷമയോടെ പ്രത്യാശ വെക്കണം. കാരണം ദൈവം നമ്മളെ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും കാര്യങ്ങൾ ചെയ്യില്ല. 2000 കൊല്ലമായിട്ട് കർത്താവ് വന്നില്ല. ആദിമസഭയിലെ ആൾക്കാർ വിചാരിച്ചു ഇപ്പം 4-ാം നാള് വരും, അല്ലെങ്കിൽ 1 വർഷത്തിനകം വരും എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പം വളരെ പേഷ്യന്റ് ആയിട്ട് വേണം വളരെ നമ്മൾ പ്രത്യാശ വെക്കാൻ. അപ്പൊ ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷനും ഫിയർലെസ്സും എൻഡ്യൂറൻസും ജോയും പേഷ്യൻസും ഒക്കെ അടങ്ങുന്ന വികാരമുള്ള ഒരു വേ ഓഫ് ലൈഫാണ്. ഈ വികാരമുള്ള വേ ഓഫ് ലൈഫ് കർത്താവായ യേശുക്രിസ്തുവായിട്ടുള്ള ആത്മബന്ധത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ സുവിശേഷത്തിന് മുകളിലുള്ള നമ്മുടെ വികാരം, അത് നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ്
നമ്മൾ ഒരു ട്രൂ ക്രിസ്ത്യൻ ഡിസൈപ്പിൾ ആകുന്നത്. കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് കാര്യമില്ല. കടപ്പാടോടുകൂടെ, ഭയമില്ലാതെ, എൻഡ്യൂർ ചെയ്ത് സന്തോഷത്തോടെ, സഹിഷ്ണുതയോടുകൂടെ നമ്മൾ സുവിശേഷത്തെ സ്വാഗതം ചെയ്ത് അത് പറയുന്നത് കേട്ട് ജീവിക്കണം. ഇതാണ് ട്രൂ ഡിസൈപ്പിൾഷിപ്പിന്റെ ഒരു സ്ലൈസ്. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ഇറ്റ്സ് എൻ ഇമോഷണൽ വേ ഓഫ് ലൈഫ് വേർ യു ആർ ഇൻ ലവ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ലെറ്റ്സ് മൂവ് ഓൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബുക്ക് 14 ഒന്ന് ടച്ച് ചെയ്തു. അത് ഈ ക്ലാസ്സിൽ ഒന്ന് ടച്ച് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. സോ ലെറ്റ്സ് ക്വിക്ക്ലി ടേൺ ടു ലൂക്ക് 14. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം. അത് ആരെങ്കിലും മലയാളത്തിൽ നിന്ന് ഉറക്കെ വായിക്കാമോ? ലൂക്ക് 14 അതിന്റെ 25 മുതൽ 35 വരെ. ഏറിയ പുരുഷാരം അവനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പഴിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവർ എല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000-വുമായി വരുന്നവനോട് താൻ 10,000-വുമായി എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെ സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഉപ്പ് നല്ലത് തന്നെ. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന് രസം വരുത്തും? പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിനെ പുറത്തു കളയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ അവിടെ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് 26-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ സ്നേഹിക്കണം. മറ്റെല്ലാത്തിനേക്കാൾ ഉപരി, കാരണം കർത്താവിനുമായിട്ടുള്ള സ്നേഹബന്ധത്തിന് കറക്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ചെയ്യണം. എന്നിട്ട് പറയാണ്, ഒരു കോൺട്രാക്ടർ 28-ാം വാക്യത്തില് ഒരു കോൺട്രാക്ടർ, അല്ലെങ്കിൽ പിന്നെ രാജാവ് 31-ാം വാക്യത്തില് രാജാവ്, ഇവരെല്ലാം കണക്ക് കൂട്ടുന്നുണ്ട്. കോൺട്രാക്ടർ കണക്ക് കൂട്ടും, ഇത് പണി തീർക്കാൻ പറ്റുമോ, ആ കണക്കൂട്ടൽ അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലെങ്കിൽ അവസാനം പണിത വീടോ അല്ലെങ്കിൽ പണിത പ്രോജക്റ്റോ ഒന്നും ചെയ്യാൻ പറ്റാതെ ആയിരിക്കും. അതുപോലെ രാജാവായാലും യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് കണക്ക് കൂട്ടാറുണ്ട്. അപ്പൊ ഡിസൈപ്പിൾഷിപ്പ് പഠിപ്പിക്കുമ്പോൾ ആ ലൂക്ക് പറയുന്നത്, കർത്താവിനെ പിന്തുടരുമ്പോൾ എന്തുകൊണ്ടൊരു കണക്ക് കൂട്ടിക്കൂടെ? കർത്താവിനും എന്തെങ്കിലും കണ്ടീഷൻസ് കാണില്ലേ? കർത്താവിന്റെ കണ്ടീഷൻസ് ഇതാണ്. അതിന്റെ 34-ാം വാക്യം, ലൈക്ക്വൈസ് whoever of you does not forsake all that he has cannot be my disciple. തനിക്കുള്ളതൊക്കെയും ആഗ്രഹങ്ങളാകട്ടെ അതെല്ലാം മാറ്റി വെച്ചില്ലെങ്കിൽ അത് എൻ്റെ ശിഷ്യനാകാൻ പറ്റില്ല. കാരണം ശിഷ്യത്വമാണ് ഉപ്പിന് ഉപ്പുരസം ഉപ്പിന് ഉപ്പ് ആകുന്നത് പോലെ ശിഷ്യത്വമാണ് ഒരു ക്രിസ്ത്യന് ഒരു ടേസ്റ്റ് മേക്കർ. ഉപ്പുരസമില്ലാത്ത ഒരു ഉപയോഗവും ഇല്ല. അതുപോലെ ശിഷ്യത്വമില്ലാത്ത ക്രിസ്തീയ ജീവിതത്തിന് ഒരു ഫ്ലേവർ ഇല്ല. തുടർന്നുള്ള ഡിസ്കഷനിൽ ഇത് നമ്മൾ വീണ്ടും എടുക്കും. ഫ്ലേവർ ഇല്ലെങ്കിലും സാരമില്ല, അങ്ങ് ജീവിച്ചാൽ മതിയല്ലോ എന്നൊരു ചോദ്യം വരും അവിടെ. ഫ്ലേവർ ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല, ഞാൻ അങ്ങ് ജീവിച്ചോട്ടെ എന്ന ചോദ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ വളരെ ക്വിക്കായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാലഞ്ചസ് ഒന്ന് റഫായിട്ട് വളരെ 1, 2, 3 വളരെ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. അതിന്റെ അവസാനമാണ് എന്തുകൊണ്ട് എല്ലാവരും ഒരുപോലെ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല എന്ന് അവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ചാലഞ്ചസും കൂടെ ഒന്ന് എടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക്
സമയം അനുസരിച്ച് നമുക്ക് സെർമൺ ഓൺ മൗണ്ടിലേക്ക് ഫസ്റ്റ് സെക്ഷനിലോട്ട് കയറാവുന്നതാണ്. അപ്പം ഇത്രയും ചലഞ്ചസ് നമ്മൾ 6 ചലഞ്ചസ് ഇന്ന് ഡിസ്കസ് ചെയ്യും. ആദ്യത്തെ ചലഞ്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. സോ അത് നമ്മൾ അധികം സമയം അതിനകത്ത് എടുക്കത്തില്ല. എന്തുകൊണ്ടാണ് ശിഷ്യത്വം ഇത്ര പ്രയാസം? ഒന്ന്, മനുഷ്യ മനസ്സ് ഭയങ്കര ഡിസെപ്റ്റീവ്. മനുഷ്യ മനസ്സ് തോന്നുന്ന പോലെ ചെയ്യും. നമുക്ക് നമ്മളെ തന്നെ ചതിക്കാൻ കഴിവുള്ളവരാണ് എന്നൊരു കാര്യം നമ്മൾ മറന്നുപോകരുത്. അതുപോലെ രണ്ടാമത്, ഇമാജിനേറ്റീവ് എക്സ്പെക്ടേഷൻ. അതായത് നമുക്ക് ഒത്തിരി പ്രതീക്ഷകളും ഒത്തിരി എക്സ്പെക്ടേഷനും ഉണ്ട് ദൈവസന്നിധിയിൽ നിന്ന്. ദൈവം ഇങ്ങനെ ചെയ്യണം, ദൈവം അങ്ങനെ ചെയ്യണം. ഇതൊന്നും ദൈവം ചെയ്തില്ലെങ്കിൽ നമുക്കാകെ ബുദ്ധിമുട്ടാണ്. മൂന്നാമതായിട്ട്, സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് നമ്മൾ ആത്മീയ ജീവിതം നമുക്ക് ഫീൽ ചെയ്യൂലോ. ഈ ഫീൽ ചെയ്യുന്ന ആത്മീയ ജീവിതം നമുക്കൊരു പക്ഷേ ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ടും ആൾക്കാർ ദൈവം നമ്മുടെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും ചിലപ്പോൾ. അത് കഴിഞ്ഞിട്ട് അഞ്ചാമതായിട്ട് ക്വസ്റ്റ്യൻ, ഇഫ് എനിവൺ ഫോളോസ് മീ എന്ന് പറയുമ്പോൾ ഇഫ് ആണല്ലോ. വേണമെങ്കിൽ ചെയ്താൽ പോരെ, വേണമെങ്കിൽ ശിക്ഷനായ പോരെ. അപ്പം എനിക്കിപ്പോ വേണ്ട. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിച്ച് പലരും ഇഫ് എന്നുള്ളതുകൊണ്ട് എനിക്ക് ശിഷ്യനാകണ്ട എന്ന് ചിന്തിച്ച് ആകാതിരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ട്. അവസാനമായി ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മൾ ആ ക്വസ്റ്റ്യനിലോട്ട് വരുന്നത്. അതിന് നമുക്ക് തരാൻ പറ്റിയ വലിയ ആൻസർ ഒന്നുമില്ല, എങ്കിൽ ആ ചോദ്യം വാലിഡ് ആണ്. എല്ലാവർക്കും എന്തുകൊണ്ട് ഒരുപോലെ കർത്താവിനെ ആത്മാർത്ഥമായിട്ട് മെനക്കെട്ട് അനുസരിച്ച് കമ്മിറ്റഡ് ആയിട്ട് അനുസരിച്ച് സ്നേഹിക്കണമെന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ 6 കാര്യങ്ങൾ നമുക്ക് ക്വിക്കായിട്ട് പോവാം. അതിൽ ഒരെണ്ണം നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതാണ്, ബട്ട് വി വിൽ ഗോ ത്രൂ. ഫസ്റ്റ് ചലഞ്ച്, സെൽഫ് ഡിസെപ്റ്റീവ് നേച്ചർ ഓഫ് ഹ്യൂമൻ മൈൻഡ്. മനുഷ്യന് ഹി ക്യാൻ ബിലീവ് ഇൻ എനിത്തിങ്. ഏത് മതം എടുത്താലും എന്തെല്ലാം കാര്യമുണ്ട്. മനുഷ്യനെ എന്തും വിശ്വസിക്കാം. മനുഷ്യൻ ഹി ക്യാൻ ബിലീവ് ദാറ്റ് ഹി ഈസ് റൈറ്റ് ആൻഡ് സ്റ്റിൽ ബി റോങ്. He can feel he is right, he can be wrong. Example, Pharisees. So ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്. ലെറ്റ്സ് മൂവ് ഓൺ. രണ്ടാമതായിട്ട് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടൊരു പോയിന്റ് ആണത്. അതായത് എക്സ്പെക്ടേഷൻ. ദൈവത്തെ പറ്റി നമുക്കൊരു ഭാവനയുണ്ട്. ദൈവമാണെങ്കിൽ, എൻ്റെ ഭാവനയിൽ ദൈവമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ദൈവമല്ല, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ദൈവമുള്ളൂ. അപ്പൊ എല്ലാവരുടെയും ഭാവനയില് ദൈവത്തെ പറ്റി ഒരു കൺസെപ്റ്റ് ഉണ്ട്. ചിലർ പറയും ദൈവമാണെങ്കിൽ ഈ വാക്യത്തിൽ പറയുന്ന പോലെ പറയാൻ പാടില്ല, ദൈവമാണെങ്കിൽ തെരഞ്ഞെടുപ്പ് അത്ര ശരിയല്ല, അത് പാർഷ്യാലിറ്റി അല്ലേ, ദൈവമാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ ദൈവത്തെ പറ്റിയ ഒരു എക്സ്പെക്ടേഷൻ ആളുകൾക്കുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം ഈ എക്സ്പെക്ടേഷന് ഒത്തവണ്ണം ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോഴാണ് മനുഷ്യർക്ക് കർത്താവിനെ പിന്തുടരാൻ ഒരു പ്രയാസം. നമ്മൾ അതാണ് കുറച്ച് സമയം ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 20-24 ആ സെക്ഷനിൽ കാണുന്നത് 21-ാം വാക്യത്തിൽ പറയാണ്, ദൈവത്തിന്റെ ബുദ്ധിയിൽ കണ്ടു, മനുഷ്യന്റെ ബുദ്ധിയിൽ ഒരിക്കലും ദൈവസന്നിധിയിൽ വരില്ല എന്ന് ദൈവം കണ്ടു. അതാണ് 21. God in his wisdom saw to it that the world would never know him. ദൈവം അങ്ങനെ തീരുമാനിച്ചു. മനുഷ്യന് പറ്റില്ല എന്ന് തന്നെയല്ല, ദൈവം അങ്ങനെ തീരുമാനിച്ചു. അതായത് മനുഷ്യന്റെ ബലമുള്ള മനുഷ്യന്റെ ബുദ്ധിയിൽ ദൈവത്തെ കണ്ടുപിടിക്കാൻ ദൈവം സമ്മതിക്കില്ല. ആ അഹങ്കാരം കൂടെ മനുഷ്യന് വരാതിരിക്കാൻ വേണ്ടി ദൈവം വിശ്വാസത്താൽ ആ പ്രസംഗം അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങളെ ക്രമീകരിച്ചു. പക്ഷെ അത് അങ്ങനെ ചെയ്തപ്പോഴാണ് കർത്താവ് ഇതെല്ലാം വന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഗോസ്പൽ വന്നത്. പക്ഷെ 22-ാം വാക്യത്തിലാണ് അതിന്റെ ഒരു ബേസിക് ചലഞ്ച്.
ഇറ്റ് ഈസ് ഫൂളിഷ്നെസ് ടു ദ ജ്യൂസ്. യഹൂദന്മാർക്ക് അത് ശരിയല്ല, അത് ഭയങ്കര പൊട്ടത്തരമായിട്ടാണ് അവർ കാണുന്നത്. കാരണം അവർക്ക് അത്ഭുതങ്ങൾ കാണിക്കണം. അവരുടെ എക്സ്പെക്ടേഷൻ എന്താ? ഒരു ദൈവത്തെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഒരു ഇച്ചിരി അത്ഭുതമോ ഒരു പൊടിക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് ഒരു കഥയില്ല. ആൻഡ് ഇറ്റ് ഈസ് ഫൂളിഷ്നെസ് ടു ദ ഗ്രീക്സ് ഹു സീക്ക് ഹ്യൂമൻ വിസ്ഡം. ഗ്രീക്കുകാർക്കോ അവർക്ക് ഭയങ്കര വിസ്ഡം വേണം, അല്ലെങ്കിൽ അവർ പറയും ഇതൊന്നും ഡിസൈപ്പിൾഷിപ്പ് ഒന്നും നടക്കില്ല, കർത്താവിന്റെ സുവിശേഷവും കർത്താവിന്റെ പ്രസംഗവും ഒന്നും, അതൊക്കെ വളരെ പൊട്ടത്തരമാണ്. അപ്പൊ ഈ ഒരു ഐഡിയ അന്നത്തെ കാലത്ത് നിലകൊണ്ടിരുന്നു. അത് ഗ്രീക്സിനും ജ്യൂസിനും ഒരേപോലെ കർത്താവിന്റെ പ്രസംഗങ്ങളും അത് സ്വീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്തുകൊണ്ടാ? അവരുടെ എക്സ്പെക്ടേഷൻ ഭയങ്കര വ്യത്യാസമായിരുന്നു. നമുക്കതൊന്ന് എക്സാമിൻ ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞെങ്കിലേ നമുക്ക് ആ കർത്താവിന്റെ പ്രസംഗങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ സെക്ഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നത്. ലെറ്റ് us go. അപ്പം ആൾക്കാർ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്? അവരുടെ അഹങ്കാരം കൊണ്ടാണ്. ഈ അഹങ്കാരം ജാതികൾക്കും യഹൂദന്മാർക്കും ഉണ്ടായിരുന്നു. അവരുടെ അഹങ്കാരത്തിൽ നിന്ന് അവർ ദൈവം ഇങ്ങനെയായിരിക്കണം, ദൈവം ഇങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തില്ല എന്ന് അവർ തന്നെ ഭാവനയിൽ ഊരിയെടുത്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സയൻസ്. യഹൂദന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് അത്ഭുതം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കില്ല. യവനൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇച്ചിരി തോട്ട്സ് ഒക്കെ വേണം എന്ന് പറയും. ഇച്ചിരി കട്ടി കൂടിയ ലാംഗ്വേജിലൊക്കെ പറഞ്ഞ് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല, ഇച്ചിരി വിദ്യാഭ്യാസം ഉള്ളവർക്കൊക്കെ മനസ്സിലാവുള്ളൂ. ആ ലെവലിലൊക്കെ കർത്താവ് ഡീൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് അതൊരു നല്ല കാര്യമായിട്ടാണ് അംഗീകരിക്കാം. ഇങ്ങനെ പലരും പല എക്സ്പെക്ടേഷൻ വന്നുകൊണ്ട് അത് ഈ ഡിസൈപ്പിൾഷിപ്പിന്റെ മെസ്സേജ് അത്ര പോരാ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഈ ഡിസൈപ്പിൾഷിപ്പിന്റെ മെസ്സേജിനെ പറ്റിയാണ് നമ്മൾ ഓരോ അധ്യായത്തിലും പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത് പോരാ എന്ന് തോന്നുന്നു. അതാണ് അതിനകത്തുള്ള പോയിന്റ്. നമ്മളൊന്ന് ഈ തോട്ട്സ് ഇല്ല, അത് കർത്താവിന്റെ പ്രസംഗങ്ങൾക്ക് ഒരു കഴമ്പില്ല. വെറുതെ മനുഷ്യനത് അനുസരിച്ച് ജീവിതം പോകുമെന്ന് ചിന്തിക്കാൻ കാരണം എന്താ? കർത്താവ് വരുന്നതിന് 600 കൊല്ലം മുമ്പ് ഗ്രീക്കിന് ഫിലോസഫേഴ്സ് ഒക്കെ ഉഷാറായിരുന്നു. അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, സോക്രട്ടീസ്, ഇവരൊക്കെ കർത്താവ് വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബുക്ക് എഴുതി ഇന്നും അതിന്റെ മേളിൽ പ്രബന്ധങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക. യഹൂദന്മാർക്കാട്ടെ രാജാക്കന്മാരുടെ സമയത്ത് യെശയ്യാവ്, യെരമ്യാവ്, എസെക്കിയേൽ, അങ്ങനെ മറ്റ് 12 മൈനർ പ്രോഫറ്റ്സ്, അവരെല്ലാം ഒരു വലിയൊരു അത്ഭുതം ചെയ്ത് ഏലിയാവ്, ഏലീശയും, അങ്ങനെ ഒരു വലിയ ചില അത്ഭുതങ്ങളാൽ നിറഞ്ഞ ചില സംഭവങ്ങളൊക്കെ അവർക്കും ഉണ്ടായിരുന്നു. ഇന്ത്യയിലാവട്ടെ എന്തെല്ലാം കാര്യം 600 ചേഞ്ച് ഇയേഴ്സിൽ ബുദ്ധയും മഹാവീരയും ഒക്കെ ഉണ്ടായിരുന്നു. ബുദ്ധിസം, ജൈനിസത്തെ തുടക്കം പല വേദിക് റൈറ്റിംഗ്സ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലും വളരെ ആയിരുന്നു, ചൈനയിലും സെയിം തിങ്, ലാവോട്സെ, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ കർത്താവ് വരുന്നതിന് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏറ്റവും കുറഞ്ഞ 500 വർഷം മുമ്പ് ഒരു ഇന്റലക്ച്വൽ റെവല്യൂഷൻ തന്നെ ലോകത്തുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കർത്താവ് വന്ന് പ്രസംഗിക്കുന്നത്. ശത്രുവിനെ സ്നേഹിക്കണം, വാട്ട് യു വാണ്ട് അതേഴ്സ് ടു ഡു ടു യു, യു ഡു ടു ദം. ഇങ്ങനെ കർത്താവ് ഓരോന്ന് പ്രസംഗിക്കുമ്പോൾ ആൾക്കാർക്ക് അതങ്ങോട്ട് പിടിക്കാൻ പറ്റുന്നില്ല. കാരണം 500 വർഷവും പാരമ്പര്യമായിട്ട് ഭയങ്കര തോട്ട്സ് ഉള്ള ഗ്രീക്ക് ഫിലോസഫി, ജൂയിഷ് തിയോളജി, ഇന്ത്യൻ ഫിലോസഫി, ചൈനീസ് ഫിലോസഫി, ലോകം മൊത്തം ഇങ്ങനെ കറങ്ങി കിടക്കുക. അതിന്റെ ഇടയിലാണ് നമ്മുടെ കൊച്ചു കർത്താവ് വന്ന് ഒരു കാർപ്പന്ററിന്റെ മകനായി ജനിച്ച് ഈ പ്രസംഗങ്ങളൊക്കെ പ്രസംഗിച്ചത്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഡിസൈപ്പിൾഷിപ്പിനോട് ഒരു വെറുപ്പ് തോന്നിയത്. ഈ വ്യക്തി അനുഗമിച്ചിട്ടൊന്നും കിട്ടാനില്ല, അവരുടെ എക്സ്പെക്ടേഷൻ ഒത്തവണ്ണം കർത്താവ് പ്രസംഗിച്ചില്ല എന്ന് അവർക്ക് തോന്നി. ബദറുകാരുടെ ഭാഷയെ പറഞ്ഞ തോട്ട്സ് ഒന്നുമില്ല എന്ന് നമ്മൾ പറയും. അപ്പം വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ ദൈവം ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ നമ്മളാരും അല്ല. അപ്പം അതാണ് ഒരു വലിയൊരു ചാലഞ്ച് ഉണ്ടായത്. ഇതിപ്പോ ഗ്രീക്സ് അല്ലെങ്കിൽ ജെന്റൈൽസ്, ഇനി ജ്യൂസിന്റെ എടുത്തോട്ട് നമുക്ക് പോവാം. സോ ദ വേൾഡ് കൺസിഡേർഡ് ദ സെർമൺസ് ഓഫ് ജീസസ് ആസ് ഫൂളിഷ്നെസ്. ജ്യൂസിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ
മാലാക്കി തൊട്ട് 400-ൽ പരം ചില്ലാനും വർഷങ്ങൾ കഴിഞ്ഞാണ് കർത്താവ് വന്നത്. പക്ഷെ ഡ്യൂട്രോണമിയിൽ പറയുന്നു, 28 പറയുന്നുണ്ട്, ദൈവവുമായുള്ള ഉടമ്പടി നമ്മൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ ദൈവം പണിഷ് ചെയ്യും. പണിഷ്മെന്റ് എന്താണ്? അന്യ ജാതിക്കാര്, ശത്രുക്കൾ നിങ്ങളെ ഭരിക്കും. ഇപ്പൊ യൂത എന്ന രാജ്യം എടുക്കുകയാണെങ്കിൽ 596 BC തുടങ്ങിയതാണ് എക്സൈല്. 1600 കൊല്ലമായിട്ട് അന്യജാതിക്കാർ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവരുടെ മനസ്സിലുണ്ട്, ഓ ഈ ബാബിലോണിയൻകാര് ഭരിച്ചു, ഗ്രീക്കുകാര് ഭരിച്ചു, പേർഷ്യൻസ് ഭരിച്ചു, ഗ്രീക്കുകാര് ഭരിച്ചു, റോമനും. ഇത് എന്ന് അവസാനിക്കും? ഞങ്ങളുടെ അപ്പൂപ്പന്മാര് പണ്ടെങ്ങാണ്ട് ദൈവവുമായുള്ള ഉടമ്പടി കളഞ്ഞതിന് ദൈവം ശിക്ഷിക്കുന്നതാണ്. ഇത് പറ്റില്ലേ? ഇപ്പോഴും അന്യ ജാതിക്കാര് ഞങ്ങളുടെ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കൂട്ട് രാജ്യം ഇല്ലതാനും. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് യഹൂദന്മാർ ജീവിക്കുന്നത്. അപ്പൊ നമ്മള് ഗ്രീക്സിനെ പറ്റി പറഞ്ഞങ്ങ് വിട്ടു, നമ്മൾ യഹൂദന്മാരെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അവരുടെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് തെറ്റിപ്പോയത്? അത് മീറ്റ് ചെയ്യാൻ അവർക്കത് കർത്താവിന്റെ പ്രസംഗങ്ങൾ അവരുടെ എക്സ്പെക്ടേഷൻ ഒത്തവണ്ണം വരാത്തത് കൊണ്ട് അവർക്കും ഈ ഡിസൈപ്പിൾഷിപ്പിനോട് വലിയ താല്പര്യമില്ല. ഒന്ന്, they believed that Messiah will come as a great liberator to re-establish the dynasty of David politically. അതായത് ഇപ്പോൾ അന്യ ജാതിക്കാർ ഞങ്ങളെ ഭരിക്കുകയാണല്ലോ, ഞങ്ങൾക്കൊരു മെസ്സിഹ വരും, മെസ്സിഹ രാജാവായിട്ട് ജനിക്കും, മെസ്സിഹ രാജാവായിട്ട് ഈ ഭൂമിയിൽ വാഴും. അത് കറക്റ്റാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റും അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മെസ്സിഹാനെ എക്സ്പെക്ട് ചെയ്തു. കർത്താവിനെ കണ്ടതും കർത്താവ് മരിക്കാൻ പോവാണ് എന്നൊക്കെ പറയുന്നു. ഈ കവളത്തടിച്ചാൽ ആ കവള് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇവർക്ക് ആകെ ഒരു പ്രയാസം. ഇങ്ങനെ ഒരു മെസ്സിഹ പുറകിൽ നമ്മൾ ഡിസൈപ്പിളായി പോയാൽ നമ്മുടെ കാര്യം പ്രശ്നമാണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഒത്തിരി ഉണ്ടായിരുന്നു അവർക്ക്. ഇത് ഒന്നാമത്തെ എക്സ്പെക്ടേഷൻ. രണ്ടാമത്തെ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു? Jews thought that they are the prime beneficiaries in the work of Messiah, that they could not admit Gentile joy into their own happiness. അബ്രഹാമിന് ഒരു ഉടമ്പടി കൊടുത്തപ്പോ ഐ വിൽ ബ്ലെസ് ദ ഹോൾ വേൾഡ് എന്ന് പറഞ്ഞു. പക്ഷെ വന്ന് കർത്താവിന്റെ സമയമായപ്പം ജാതികളും ഞങ്ങളുടെ സന്തോഷത്തിൽ ചേരും എന്ന് അവർക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. 600-700 കൊല്ലവും ഞങ്ങളെ ഭരിച്ച, ഞങ്ങളെ ഉപദ്രവിച്ച ജാതികൾക്കും ഈ നന്മ വരുമല്ലോ എന്ന് ഓർക്കുമ്പം അവർക്ക് കർത്താവിനെ അങ്ങ് കമ്മിറ്റഡ് ആയിട്ട് ഫോളോ ചെയ്യാൻ ഒരു പ്രയാസം. പലപ്പോഴും നമ്മളും ഈ ഡിസൈപ്പിൾഷിപ്പ് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രമിക്കുമ്പോൾ, ചേട്ടാ ഞാനീ കിടന്ന കഷ്ടപ്പാട് മൊത്തം നന്മ അനുഭവിക്കുന്നത് എന്റെ ശത്രു അല്ലേ, ഞാൻ അവനെ സ്നേഹിക്കുന്നു, അവന് സന്തോഷം. അവൻ എന്നെ അടിച്ചു, ഞാൻ തിരിച്ചടിച്ചില്ല, അവനും സന്തോഷം. കർത്താവ് സന്തോഷം, എല്ലാവർക്കും സന്തോഷം, വേദന മൊത്തം എനിക്കാണ്. അങ്ങനെ അവർക്ക് ഭയങ്കര പ്രയാസമാണ് കർത്താവിന്റെ ഓരോ പ്രിൻസിപ്പിളും കേട്ട് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാൻ. അതുകൊണ്ട് അവർക്ക് ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവർ വിചാരിച്ചത് ഭയങ്കര മെറ്റീരിയൽ ആയിട്ട്, അതായത് കാശും ഒരു ചെറിയ പണമൊക്കെ വരും എന്നാണ്. അതായത് ജെന്റൈൽസിനെ മൊത്തം മെസ്സിഹ തീർത്തിട്ട് മെസ്സിഹ ഭരിക്കുമ്പോൾ വളരെ ജെറൂസലേം ഭയങ്കര റിച്ചും ഭയങ്കര പവർഫുൾ ആയിരിക്കും. യെസ്, അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് ജെറുസലേം വിൽ ബിക്കം ദ സെന്റർ. പക്ഷെ അത് മറ്റുള്ളവരെ ചവിട്ടിത്താത്തിയല്ല, മറ്റുള്ള ജാതികളും അതിന്റെ നന്മ അനുഭവിക്കുമെന്നും അവർക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം കർത്താവ് വന്ന് ആത്മീയ നന്മയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പം ബ്ലസ്ഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ്, മേഴ്സി കാണിക്കുന്ന ഭാഗ്യവാൻ, മെറ്റീരിയലായിട്ട് ചക്രമൊന്നും തടയുന്നില്ല. ഈ കാർപ്പന്ററിന്റെ മകനായിട്ട് വന്ന കർത്താവ് എങ്ങനെയാ ഞങ്ങൾക്ക് കുറച്ച് കാശും തുണിയും വസ്ത്രവും ഈ രാജ്യം ബിൽഡ് ചെയ്യാനൊക്കെ കാശ് എവിടുന്ന് വരും? അപ്പൊ അവർക്ക് ആ കർത്താവിന്റെ ഹംബിൾ ലൈഫ് അവരെ ഒത്തിരി ഡിസ്കറേജ് ചെയ്തു. ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ. നമുക്ക് ഡിസൈപ്പിൾഷിപ്പ് എന്താണെന്ന് നമ്മൾ വായിച്ചും മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻ ഭയങ്കര.
ദൈവം ഒരുപക്ഷെ അങ്ങനെ ചെയ്തിരുന്നു വരില്ല. അപ്പം അത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പിന്നെ ദേ നെവർ ആട്രിബ്യൂട്ടഡ് ടു മെസ്സായ ദ പവർ ഫോർഗീവ് സിൻസ്. കാരണം എന്തുകൊണ്ടാ? മഹിഹ ഒരു പാപത്തെ ഫോർഗീവ് ചെയ്യുന്ന ആളായിട്ട് അവര് ഭയങ്കര പ്രയാസമായിരുന്നു. ഒരുപക്ഷെ കർത്താവ് ഒരു കാർപ്പന്ററിന്റെ മകനായതുകൊണ്ടായിരിക്കാം കാർപ്പന്ററിന്റെ മകൻ അത്രയൊന്നും പാപം ക്ഷമിക്കാറൊന്നും ആയിട്ടില്ല എന്ന് വിചാരിച്ച് നമുക്കറിയില്ല. എന്നിരുന്നാൽ തന്നെ അവരുടെ എക്സ്പെക്ടേഷൻ അതായിരുന്നു. അതിന് വിപരീതമായിട്ട് മെസ്സിഹ പാപം ക്ഷമിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര പ്രയാസമായി. അടുത്തത്, ദേ ഡി നോട്ട് എക്സ്പെക്ട് എ സഫറിങ് മെസ്സയ. ഞങ്ങൾക്ക് രാജാവ് പറഞ്ഞു, രാജാവ് ഇനി ക്രൂശിൽ കയറി സഫർ ചെയ്ത് മരിക്കാൻ പോവാണല്ലോ എന്ന് ഓർക്കുമ്പോഴും അതാ ദൈവത്തിന്റെ പ്ലാൻ. അതായത് മെസ്സിഹ ഭൂമിയിൽ വന്ന് മെസ്സിഹയുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തപ്പോ ആ മെസ്സിഹയുടെ പ്ലാനും മനുഷ്യരുടെ എക്സ്പെക്ടേഷനും തമ്മിൽ അങ്ങ് മീറ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് അവർക്ക് ആ ഡിസൈപ്പിൾഷിപ്പ് ലൈഫിലോട്ട് ഫുള്ളാ വരാൻ പറ്റാഞ്ഞത്. ഒരു കാരണം അതാണ്. കഴിഞ്ഞില്ല. അവസാനമായി ജീസസ് ക്ലെയിംഡ് നോട്ട് ഓൺലി ടു ബി എ ഹ്യൂമൻ മെസ്സായ ബട്ട് ഓൾസോ എ ഡിവൈൻ മെസ്സായ. ആ മെസ്സിഹ ദൈവമാണ് എന്ന് എടുത്തു പറയുമ്പോഴാണ് അവർക്ക് പ്രയാസമായത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ആണ് നമ്മൾ കവർ ചെയ്തത്. ആദ്യം മനുഷ്യന്റെ മനസ്സ് ഭയങ്കര സെൽഫ് ഡിസെപ്റ്റീവ് ആണ്. രണ്ട്, ഇമാജിനേറ്റീവ് എക്സ്പെക്ടേഷൻ. നമുക്ക് ഭാവനയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനോട് ഈ സർമൺ ഓൺ ദ മൗണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രമാണത്തിന് ഒത്തവണ്ണമുള്ള കൽപ്പനകൾ അല്ലെങ്കിൽ അനുസരിക്കാൻ ദൈവം പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ എക്സ്പെക്ടേഷനോട് യോജിക്കുന്നില്ലെങ്കിൽ അത് ഭയങ്കര പ്രയാസമാണ്. എന്നെ വളരെ വർഷങ്ങൾ മുമ്പ് പഠിപ്പിച്ച ഒരു സാറ്, ഞാനൊരു മരത്തിന്റെ ചവിട്ടില് രാത്രി ചെന്നപ്പോൾ ഞങ്ങള് ആ പുള്ളി വേറൊരാളെ ഡിസ്കസ് ചെയ്യുക. ആ പുള്ളി എന്നെ മുഖത്ത് നോക്കി പറയാണ്, കർത്താവിന്റെ പ്രിൻസിപ്പിൾ ഫോർ ഫാമിലി ലൈഫും എന്റെ പ്രിൻസിപ്പിൾ ഫോർ ഫാമിലി ലൈഫും രണ്ടും അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. അപ്പൊ മനുഷ്യന് അങ്ങനത്തെ എക്സ്പെക്ടേഷൻ ഉള്ളവരുണ്ട്. ദൈവം പറയുകയാണ്, എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ നിങ്ങളിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എല്ലാം ഞാൻ ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ദൈവമാണ്. ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴികൾ ഉണ്ട്. 2 ചലഞ്ചസ് കഴിഞ്ഞു. നമ്മൾ ഇതെല്ലാം ഒന്ന് റഫായിട്ട് പോകാൻ കാരണം ഈ ചലഞ്ചസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേണം നമ്മൾ ആ പ്രസംഗങ്ങളൊക്കെ നാം വായിക്കാൻ. കർത്താവിന്റെ 5 പ്രസംഗങ്ങൾ. കാരണം നമുക്ക് പ്രയാസം വരുന്നത് ഈ 6 പോയിന്റിൽ എവിടോ ആണ്. ഒരുപക്ഷെ 6ലും ആകാം. അടുത്തതായി നമ്മൾ കാണുന്നത് ദ നേച്ചർ ഓഫ് സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ഓക്കെ, എല്ലാം അങ്ങ് വിശ്വസിച്ചു എന്ന് വിചാരിക്കും. ആത്മീയമായി ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ ആത്മീയത നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ഈ ഫീൽ ചെയ്യുന്ന ആത്മീയത ഒരു ഇച്ചിരി വേദന ഉണ്ടാകുമെങ്കിൽ ആൾക്കാർക്ക് ഡിസൈപ്പിൾഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇത് വെറുതെ വേദനയുടെ പ്രയാസമാണ് എന്ന് ചിന്തിക്കും. ഉദാഹരണത്തിന് ലൈഫ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തെ ജീവിതം കേൾക്കാൻ സുഖമാണ്, പറയാനും സുഖമാണ്. പക്ഷെ ദൈവത്തെ കാണാൻ പറ്റില്ല. ആത്മാവ് എന്നോട് സംസാരിച്ചു, ആത്മാവ് എന്നോട് പറഞ്ഞു സുവിശേഷ വേലയ്ക്ക് പോകണമെന്ന്, ആത്മാവ് എന്നോട് പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. ഈ ആത്മാവ് പറയുന്നതൊക്കെ എന്റെ തോന്നലായിക്കൂടെ എന്ന് ആൾക്കാർക്ക് സംശയിക്കാം. അപ്പം വിശ്വാസ ജീവിതത്തിൽ കാണാൻ ഐറ്റംസ് വളരെ കുറവാണ്. ഈ എക്ലീസിയാസ്റ്റിന്റെ അത് വായിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ക്ലിക്കാവും. അത് വായിക്കണം. അതിനകത്ത് കാണുന്നത് നല്ല ആളുകൾക്കും പാപം ചെയ്യുന്നവർക്കും ഒരുപോലെ സംഭവിക്കുന്നു ഓരോ കാര്യങ്ങൾ. അപ്പം വിശ്വാസത്താൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവം പ്രതിഫലം തരാത്തത് പോലെയും തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് പോലെയും തോന്നും. അപ്പം വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ആ ഒരു സ്ട്രഗിൾ വരുമ്പോഴാണ് ഡിസൈപ്പിൾഷിപ്പ് ലൈഫിനോട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് സഫറിങ്. നമ്മളിങ്ങനെ പ്രത്യാശയൊക്കെ വെച്ച് വെയിറ്റ് ചെയ്ത് എത്ര നാളെ കർത്താവെ വെയിറ്റ് ചെയ്യും? അനുസരിക്കുന്തോറും വേദന കൂടുകയാണല്ലോ, പ്രാർത്ഥിക്കുന്തോറും തോക്കുകയാണല്ലോ, എത്ര നാൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും? അപ്പൊ സ്പിരിച്വൽ എക്സ്പീരിയൻസിൽ വിശ്വാസ ജീവിതത്തിൽ
നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് വേദനയുടെ സമയത്ത്, നമ്മളൊരു പക്ഷേ അത് കറക്റ്റായിട്ട് നമ്മുടെ എക്സ്പെക്ടേഷൻ ഒത്തവണ്ണം വന്നില്ലെങ്കിൽ നമുക്ക് പ്രയാസമാകും. കാരണം പ്രസംഗിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് എങ്ങനെ, ദൈവം സർവശക്തൻ, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, ദൈവം അത് ചെയ്യും, ദൈവം പറഞ്ഞാൽ കേൾക്കും, ദൈവം സഹായിക്കും, അങ്ങനെ വാട്ട് ഈസ് ഇമ്പോസിബിൾ വിത്ത് മാൻ ഈസ് പോസിബിൾ വിത്ത് ഗോഡ്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസംഗങ്ങൾ. കറക്റ്റാണ്, ഈ പറഞ്ഞ പ്രസംഗങ്ങളൊക്കെ ശരിയാണ്. നമ്മൾ ഈ പ്രസംഗങ്ങളെല്ലാം കേട്ട് ഭയങ്കര കൊതി പൂത്തിട്ട് ക്രിസ്ത്യൻ ലൈഫിലോട്ട് വരികയാണ്. ഒരു 6 മാസം കഴിയുമ്പോൾ എടാ ഈ പറഞ്ഞ പോലെ ഒന്നും അല്ലല്ലോ ജീവിതം എന്നൊരു ഫീലിംഗ് വരുമ്പോൾ നമ്മൾ അതുപോലെ അങ്ങ് നിർത്തും ഡിസൈപ്പിൾഷിപ്പ് ലൈഫ്. ഭയങ്കര ചാലഞ്ചിങ് ആണ്. ഇതെല്ലാം നമ്മളൊന്ന് റിവ്യൂ ചെയ്യാണ്. കാരണം നമ്മൾ ഓരോ പ്രസംഗം വായിക്കുമ്പോൾ അത് നമ്മൾ ഇതിന്റെ കീഴിൽ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേണം അത് വായിക്കാൻ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായിട്ട്, റിയാലിറ്റി ഓഫ് ഗോഡ് ടെസ്റ്റിംഗ് അവർ ഫെയ്ത്ത്. ഈ ദുർഘടം പിടിച്ച ലോകത്ത് ഇത്രയും പാപവും ഇത്രയും പ്രയാസവും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ദൈവത്തിന് എൻ്റെ വിശ്വാസം ടെസ്റ്റ് ചെയ്യണം പോലും. ഇത്രയൊക്കെ പോരെ കർത്താവേ? പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല, നന്നായി ജീവിച്ചിട്ട് ഇന്ന കാര്യം നടക്കുന്നില്ല, നന്നായി ഒരു കാര്യം ചെയ്തിട്ട് ഇത്രയും പ്രയാസം, ഇത്രയൊക്കെ ഞാൻ അനുഭവിച്ചാൽ പോരെ, ഇതിന്റെ ഇടയിൽ കർത്താവ് ടെസ്റ്റും കൂടെ ചെയ്യണം. ഡ്യൂട്രോണമി 8 പറയുന്നത്, God allowed you to go hungry to test you to see what was in your heart. അപ്പൊ ഈ ടെസ്റ്റിംഗ് കൂടെ ഇതിന്റെ മേളിൽ എന്തിനാ കർത്താവേ? അപ്പം അതുകൊണ്ട് എളുപ്പമാണ് എല്ലാവർക്കും, എന്തെങ്കിലും പ്രയാസം വന്നാൽ ദൈവം നിന്നെ പരീക്ഷിക്കുക. ഇങ്ങനെ കുറെ കേട്ട് കഴിയുമ്പം, അല്ലെങ്കിൽ കുറെ അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് ജീവിതത്തിൽ തോന്നും. അപ്പം 4 എണ്ണം കഴിഞ്ഞു. 5ാമത്തെ ചലഞ്ചാണ്, ഈസ് ഇറ്റ് എ ചോയ്സ്? ഈ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലങ്ങ് വരും. കർത്താവ് ആളുകൾക്ക് 2 വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഒന്ന് സാധാരണ ക്രിസ്ത്യൻ ലൈഫും, ഒന്ന് ഇച്ചിരി വീര്യം കൂടിയ ക്രിസ്ത്യൻ ലൈഫ്. 2 പേര് സ്വർഗത്തിൽ പോവും. ഒരെണ്ണം കുറച്ച് പേർക്ക്, ഒരെണ്ണം ഡിസൈപ്പിൾഷിപ്പിന് മാത്രം. ഇപ്പൊ പട്ടാളക്കാരുടെ കാര്യം പറഞ്ഞ പോലെ സാധാരണ ഹാവിൽദാർ, കേണൽ, അങ്ങനെയൊക്കെ ഉണ്ട്. മറ്റേത് കമാൻഡോ, ഇച്ചിരി കൂടിയ ആൾക്കാര്, 4 സെക്കൻഡ് കൊണ്ട് ആൾക്കാരെ തട്ടാൻ കഴിവുള്ള കമാൻഡോ ട്രെയിനിങ് കിട്ടിയവര്. അപ്പൊ അങ്ങനെ ക്രിസ്ത്യൻ ലൈഫ് ഉണ്ടോ? 2 രീതിയിലും ജീവിക്കാൻ. സാധാരണക്കാർക്ക് വേണമെങ്കിൽ 10 രൂപയുടെ ടിക്കറ്റ് എടുത്ത് പോവാം, ഇച്ചിരി 20 രൂപയുടെ AC ബസ്സിലും ഒരേ സ്ഥലത്തോട്ട് പോവാം. അതുപോലെയാണ് ക്രിസ്ത്യൻ ലൈഫ്. ആർ ദർ 2 ways ഓഫ് ക്രിസ്ത്യൻ ലൈഫ്? ഡിസൈപ്പിൾ ആകാതെയും ജീവിക്കാം, ഡിസൈപ്പിൾ ആയും ജീവിക്കാം, 2 ഓക്കെയാണ് എന്നൊരു കാര്യം ഉണ്ടോ എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. കാരണം ഇഫ് യു വോണ്ട് ടു ഫോളോ മീ, അതൊരു ചോയ്സ് ആയിട്ട് കർത്താവ് പറയുന്നു. നമ്മൾ കാണുന്നത്, നമ്മൾ ഇങ്ങനെയാണ് അതിനെ വായിക്കേണ്ടത്. ഇഫ് ആരെങ്കിലും പറയാണ് ഞാൻ ദൈവത്തിന്റെ സഹായം കൊണ്ട് രക്ഷിക്കപ്പെട്ടു എങ്കിൽ, ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവന്റെ വേർഡ്സ് ശരിയാണോ തെറ്റാണോ എന്ന് അവന്റെ ഡിസൈപ്പിൾഷിപ്പ് ലൈഫ് നോക്കിയേ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ പക്ഷെ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്നുള്ള ഡിസിഷൻ ദൈവമാണ് തീരുമാനിക്കുന്നത്. അപ്പം ആരെങ്കിലും പറയാണ് ഐ ആം ഫോളോയിങ് ജീസസ് എങ്കിൽ ആ പറഞ്ഞ വാക്ക് ശരിയാണോ തെറ്റാണോ എന്ന് അവന്റെ ജീവിതം നോക്കി ആ ജീവിതം അത് വെളിപ്പെടുത്തും. സോ ഇഫ് എനിവൺ സേസ് ഇഫ് എനിവൺ വാണ്ട്സ് ടു ഫോളോ മീ, ലെറ്റ് ഹിം ടേക്ക് ഹിസ് ക്രോസ് ആൻഡ് ഫോളോ മീ. അവിടെയും നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ദൈവമാണ് തീരുമാനിക്കുന്നത് ആരാ ശരിക്കും രക്ഷിക്കപ്പെട്ടെ എന്നുള്ളത്. ഓക്കെ, മാത്യു 28 നമ്മൾ കാണുന്നത് ജീസസ് ഓഫേഴ്സ് ഓൺലി 1 way ഓഫ് ലൈഫ്. നിങ്ങൾ ലോകമെങ്ങും എമ്പാടും പോയി ശിഷ്യരാക്കിക്കൊള്ളുവിൻ. So to be a disciple that is the only one way that Jesus said. There are no 2 ways. നമ്മൾ ജെയിംസിൽ വായിക്കുന്നത് പോലെ ജെനുവിൻ ഫെയ്ത്ത് രക്ഷിക്കപ്പെട്ടെങ്കിൽ ജെനുവിൻ വർക്ക്സ് ഉണ്ടാവും. എഫേഷ്യൻസ് 2:10 പറയുന്നത് രക്ഷിക്കപ്പെട്ടത് നല്ല പ്രവൃത്തിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ സാരം രക്ഷിക്കപ്പെട്ടവർ ഡിസൈപ്പിൾ ആയിരിക്കും. പ്രസന്റ് ചെയ്യാൻ ആൾക്കാരുടെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, if anyone would like to come after me, if you say that you want to come after me,
then take up your cross and follow me. അപ്പം രക്ഷിക്കപ്പെട്ടവർക്ക് ഇനി ബാക്ക് സ്ലൈഡ് ചെയ്ത് പോവാം, അങ്ങനെ ഒരു വഴി ഡിസൈപ്പിൾ ആയിട്ട് പോകാം. ബാക്ക്സ്ലൈഡ് ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാർ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ചിലപ്പോൾ തോന്നും. ഒരുപക്ഷെ ശരിയായിരിക്കാം. കുറച്ച് പേര് ജെനുവിൻലി കുറച്ച് ബാക്ക് സ്ലൈഡ് ആകും, ആ ചാൻസ് ഉണ്ട്. പക്ഷെ രക്ഷിക്കപ്പെട്ടവർ എപ്പോഴും ദൈവത്തിന്റെ കൂടെ ആയിരിക്കും, ദൈവത്തെ പിന്തുടരും. കാരണം സ്നേഹബന്ധവും കടപ്പാടും ഇല്ലാതെ ചോദിക്കും അടുത്ത. രക്ഷിക്കപ്പെട്ടപ്പോ ദൈവത്തോട് സ്നേഹം തോന്നിയോ, ഒരു കടപ്പാട് തോന്നിയോ, ഒരു സറണ്ടർ അനുസരിക്കാനേ തീരുമാനിക്കുകയുള്ളൂ. സോ ഇറ്റ് ഈസ് പ്രസന്റഡ് ആസ് എ ചോയ്സ് എന്ന് പറയുമ്പോൾ ഗോഡ് സേവ്ഡ് യു ബട്ട് എക്സ്പെക്ട്സ് എ ലവ് റെസ്പോൺസ്. സ്നേഹബന്ധത്തിൽ നിന്ന് ആ തീരുമാനം എടുക്കണം. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. സ്നേഹത്തെ ഒരിക്കലും ബലം പ്രയോഗിക്കാൻ പാടില്ല. Now, is it possible to be saved and not in a love relationship with God? ഞാൻ രക്ഷിക്കപ്പെട്ടു, പക്ഷെ ഈ ഡിസൈപ്പിൾഷിപ്പ് ലൈഫിൽ പറയുന്നത് പോലെ അത്ര സ്നേഹബന്ധമൊന്നും ഇല്ല, അങ്ങനെ ജീവിച്ചാൽ മതി, അങ്ങനെ രണ്ട് തരത്തിൽ ജീവിക്കാൻ പറ്റൂ? ഇല്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ? ചാൻസ് കുറവാണ്. ദൈവമാണ് തീരുമാനിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ സുവിശേഷം കേട്ടു, എനിക്ക് ദൈവത്തോട് നന്ദിയുണ്ട്, സ്തോത്രമുണ്ട്, കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്, രക്ഷിക്കപ്പെട്ടു, സ്തോത്രം. ഇരട്ടത്താപ്പ് ഈ സുവിശേഷത്തിലില്ല. അതുകൊണ്ടാണ് ശരിക്കും രക്ഷിക്കപ്പെട്ടോ എന്ന് നമ്മളെ വിലയിരുത്താൻ പല. സോ ഡിസൈപ്പിൾഷിപ്പ് ഈസ് എ പ്രോപ്പർ വേ ഓഫ് ലൈഫ്. അങ്ങനെ ഒരു ലൈഫാണ് ഗോഡ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇങ്ങനെ എഴുതാം, when we were dead in sins, സ്നേഹിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ, ദൈവം നമ്മളെ ആദ്യം സ്നേഹിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്നേഹബന്ധത്തിൽ ദൈവത്തെ അനുസരിക്കാൻ, കർത്താവിൽ ദൈവത്തെ അനുസരിക്കാൻ സമ്മതമാണോ? അതാണ് ഡിസൈപ്പിൾഷിപ്പ് ചോദിക്കുന്നത്. ആൾക്കാർ ഇങ്ങനെ പറയാൻ പറ്റുമോ? എന്തായാലും സ്വർഗത്തിൽ പോകും, രക്ഷിക്കപ്പെട്ടല്ലോ, രക്ഷ ഭദ്രമാണല്ലോ, ഇനി എന്ത് പേടിക്കാൻ, എങ്ങനെയാലും ജീവിച്ചാൽ മതിയല്ലോ. അങ്ങനെയുള്ള ആള് ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ? അങ്ങനെ ചിന്തിക്കുവോ? സ്നേഹബന്ധത്തിൽ കർത്താവായിട്ട് അടുത്ത ഒരാള് അങ്ങനെ ചിന്തിക്കുവോ? അഹങ്കാരം അത് പല രൂപത്തിൽ വരും. ഇവിടെ അത് ഞാൻ ദൈവത്തെ പറ്റിച്ചു എന്ന വിചാരം മാത്രം. ദൈവം എന്നെ പൂട്ടാൻ നോക്കി, ദൈവം ഏതായാലും എന്നെ തെരഞ്ഞെടുത്തു, ഇനിയിപ്പൊ ദൈവം എന്നെ തിരിച്ചുകൊണ്ട് നരകത്തിലിടില്ലല്ലോ, അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ ജീവിച്ചാൽ എന്താ? ഇതൊക്കെ അഹങ്കാരത്തിൽ നിന്ന് വരുന്ന ചില ആലോചനകൾ മാത്രമാണ്. ശരിക്കും രക്ഷിക്കപ്പെട്ടോ എന്ന കാര്യവും ഈ ഡിസ്കഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കടപ്പാടോടുകൂടെ രക്ഷിക്കപ്പെട്ടവർക്ക് തുടർന്നുള്ള കാര്യങ്ങൾ അനുസരിക്കാൻ നല്ല ഉത്സാഹം ആയിരിക്കും. പിന്നെ ഒരു പെർസ്പെക്റ്റീവ് എന്നുള്ളത്, എനിക്ക് രക്ഷിക്കപ്പെടേണ്ടായിരുന്നു, എന്നോട് സമ്മതം ചോദിക്കാതെ ദൈവം എന്നെ രക്ഷിക്കപ്പെടുത്തി, ഇനിയിപ്പോ അനുസരിക്കാതെ വേറെ വഴിയില്ലല്ലോ. ഇങ്ങനെ തോന്നുന്നില്ല എങ്കിൽ, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇനി അങ്ങനെ തോന്നുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് ഉത്സാഹത്തോടു കൂടെ ക്രിസ്തുവിനെ അനുസരിക്കുന്നില്ല? എവിടെയാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ കർത്താവ് മീറ്റ് ചെയ്യാതെ പോയത്? നമ്മുടെ ജീവിതത്തെ കരയ്ക്ക് കയറ്റിയ കർത്താവിന് എവിടെയാണ് ആ സുവിശേഷത്തിൽ ഒരു പോരായ്മയുള്ളത്? പോരായ്മ ആളുകൾ കാണുന്നത് ഈ പ്രസംഗങ്ങളിലാണ്. കർത്താവ് എന്നൊക്കെ തോന്നൽ വരും. കാരണം മനുഷ്യ മനസ്സിന് വിചാരം അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുകൊണ്ട് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഈ ചാലഞ്ചസ് ഒക്കെ വളരെ റിയൽ ആണ്. ഇത്രയും പറഞ്ഞു ചോദ്യം ബാക്കി വരുന്നതാണ്, എന്താ എല്ലാവർക്കും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, ശരി, എല്ലാവർക്കും എന്താ ദൈവത്തെ ഒരുപോലെ ഒരു ആകർഷണം തോന്നാത്തത്? രക്ഷിക്കപ്പെട്ടു, സമ്മതിച്ചു, ദൈവം തെരഞ്ഞെടുത്തു. രക്ഷിക്കപ്പെട്ട എല്ലാവരും ഒരുപോലെ അങ്ങ് ദൈവത്തിന്റെ പുറകെ പോകുന്നില്ലല്ലോ.
ചിലർക്ക് എന്താ അങ്ങനെ തോന്നാത്തത്? ആ ഒരു ചോദ്യം വാലിഡ് ആണ്, അതിനും ലിമിറ്റഡ് ഉത്തരമേ നമ്മുടെ കയ്യിലുള്ളൂ. ഓൾ ബിലീവേഴ്സ് ആർ നോട്ട് ഫീലിംഗ് ഈക്വലി അട്രാക്റ്റഡ് ടു ഗോഡ്. അപ്പം ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടതിന് കുറച്ച് താമസം ഉണ്ടാവുമല്ലോ ചിലവർക്ക്, കർത്താവിനെ ഒന്നൊന്ന് സെറ്റായി വരും. ചെറുതായിട്ട് രക്ഷിക്കപ്പെട്ടായിരിക്കും, അപ്പൊ ഒരു 5-6 വർഷം എടുക്കും. ചിലർ വലുതാകുമ്പോൾ രക്ഷിക്കപ്പെട്ടതായിരിക്കും, പിന്നീട് 5-6 വർഷം എടുക്കും. അപ്പൊ ഒരു സെറ്റ് ആവൂല. അപ്പൊ ആ ടൈം നമ്മൾ അംഗീകരിക്കുന്നു, മനുഷ്യനാണ്, ഒന്ന് സെറ്റായി വരണം. എഗ്രീഡ്. സമയം കൊടുത്തു കഴിഞ്ഞിട്ടും മനുഷ്യര് ചിലപ്പം ശിഷ്യത്വം സ്വീകരിക്കാതെ ഇങ്ങനെ അതിലിതിലേം പോകും. ഡിസൈപ്പിൾഷിപ്പ് ഈസ് എ സ്ലോ, ബട്ട് ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്, then are you really saved? അപ്പൊ ഇതിനകത്ത് ഡോക്ടറിനലി ചില കാര്യങ്ങൾ അത് വളരെ ഷോർട്ടായിട്ട് അങ്ങ് പറയാന്ന് വിചാരിക്കുക. ദൈവമാണ് നമ്മളെ കർത്താവിലേക്ക് ആകർഷിക്കുന്നത്. കാരണം നമ്മൾ പാപത്തിൽ മരിച്ചിരിക്കുക, നമുക്ക് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. പാപത്തിൽ മരിച്ചിരിക്കുന്നു, ദൈവം നമ്മളെ ആകർഷിച്ചു, പക്ക കറക്റ്റ്. അത് കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടോ ബൈബിള് പറയുന്ന കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹോളി സ്പിരിറ്റും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇത്രയും നടന്നിട്ടും നമുക്ക് ദൈവത്തിന്റെ അടുത്തോട്ട് വരാൻ അത്ര ഒരു 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 മൂഡില്ല എന്ന് തോന്നിയാൽ അതിന്റെ പേരാണ് അഹങ്കാരം, വേറെ വാക്കുകളൊന്നുമില്ല. ദൈവം നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, നമ്മളെ കർത്താവിലേക്ക് ആകർഷിച്ചു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ പാപങ്ങൾക്ക് ഇന്നും ഇന്റർസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ രക്തത്തിന്റെ, മരണത്തിന്റെ, പുനരുദ്ധാരണത്തിന്റെ ബലത്തിൽ ആ കെയർ ഓഫിലാണ് നമ്മൾ ചുമ്മാ കയറി ക്ഷമ ചോദിക്കുമ്പോൾ ദൈവം ക്ഷമിക്കുന്നത്. ആ കെയർ ഓഫിലാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. ആ കെയർ ഓഫിലാണ് പിതാവാം ദൈവമായിട്ടുള്ള ഫുൾ ബന്ധം നിൽക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും രക്ഷിക്കപ്പെടുത്തുക മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഇന്റർസീഡും ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്തിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അത് ഭയങ്കര അഹങ്കാരമാണ്, വേറെ വാക്ക് അതിനില്ല. When we do not want to completely submit to God, even after all the provision of God, then we must repent and ask for mercy. അതുകൊണ്ടാണ് ദൈവം ഒരു വെയിറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. കാരണം സ്നേഹബന്ധമാണ്, അത് നമുക്ക് ഫോഴ്സ് ചെയ്യാനൊക്കത്തില്ല. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും ചലഞ്ചസ്. നമ്മൾ ഇത്രയും ചലഞ്ചസ് വളരെ ക്വിക്കായി പോയി. ഇതൊക്കെ റിയൽ ലൈഫിൽ ആളുകൾക്ക് തോന്നുന്ന പ്രയാസങ്ങളാണ്. എന്തിനുള്ള പ്രയാസം? കർത്താവിന്റെ പ്രസംഗങ്ങൾ അതുപോലെ വിശ്വസിക്കാൻ ഒരു പ്രയാസം തോന്നുന്ന സമയം. ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺ ചാലഞ്ചസ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് കണ്ടു. സോ ബീയിങ് ജെനുവിൻലി ബോൺ അഗെയിൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. മെനി പീപ്പിൾ ഹു തിങ്ക് ദേ ആർ സേവ്ഡ് ആർ നോട്ട് സേവ്ഡ്. വെരി ഫ്യൂ ബോൺ അഗെയിൻ ബിലീവേഴ്സ് ആർ ബാക്ക്സ്ലൈഡിങ്. മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട് സേവ്ഡ്. കാരണം രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു ആത്മബന്ധത്തിന്റെ കാര്യമാണ്. അപ്പം നമുക്ക് ടൈം തീരാറായി. ഈ വാക്യങ്ങൾ മാത്രം വായിച്ച് ഇന്നത്തെ ക്ലാസ്സിന്റെ കൺക്ലൂഷനായിട്ട് ഇത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെർമൺ ഓൺ ദ മൗണ്ട് ഫുള്ളായിട്ട് അത് മാത്രം നമുക്ക് സ്റ്റഡി ചെയ്യാം. ആരെങ്കിലും ഈ വാക്യങ്ങളൊന്ന് വായിക്കാമോ? മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. And seeing the multitudes, he went upon a mountain, and when he was seated, disciples came to him. ഓക്കെ, ഡിസൈപ്പിൾസ് വന്നു. ഡിസൈപ്പിൾസിനോട് എന്തൊക്കെ ചെയ്യുന്നു കുറെ പറഞ്ഞു. പക്ഷെ 5-ാം അധ്യായം 20-ാം വാക്യം വായിച്ച് ഇത് പറഞ്ഞതിന് ശേഷം എന്താണ് പറയുന്നത്? For I say to you that unless your righteousness exceeds the righteousness of the scribes and Pharisees, you will by no means enter the kingdom of heaven. കേറില്ല എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൈച്ചസ്നെസ്, രക്ഷിക്കപ്പെട്ടു എന്നും ആത്മീയരാണെന്നും ദൈവത്തിന്റെ ഡിസൈപ്പിൾ ഫോളോവർ ആണെന്നും വിശ്വസിച്ച ആളുകളുടെ നീതിയേക്കാൾ കൂടുതൽ നിങ്ങളുടെ നീതി വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കിടക്കാൻ പറ്റില്ല എന്ന്.
ആളുകളുണ്ട്. സ്നേഹബന്ധത്തിലാണ് കടപ്പാടിൽ നിന്നാണ് നമ്മൾക്ക് കൂടണം എന്ന് തോന്നുന്നത്. വീഴ്ചകൾ ഉണ്ടാകാം, തോൽവി ഉണ്ടാകാം. കടപ്പാട് തോന്നിയില്ലെങ്കിൽ ഡിസിപ്പിൾഷിപ്പിന്റെ വഴിയിലല്ല. അപ്പൊ ഒരു ചോദ്യം വരും, ഞാൻ സുവിശേഷം കേട്ടു, ദൈവം എനിക്ക് വേണ്ടി മരിച്ചു, ഓ ദൈവമേ, ദൈവത്തിന്റെ ശബ്ദം പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഞായറാഴ്ച ആരാധിക്കും. പക്ഷെ ആ കടപ്പാട് ഇല്ലെങ്കിൽ നമ്മൾ ഈ പരീശന്മാരെ പോലെയാണ്. നമ്മുടെ നീതി അവരുടെ നീതിയേക്കാൾ താഴെയായിരിക്കും ഒരു പക്ഷെ കർത്താവ് പറയുന്നത്, എന്റെ പ്രസംഗം കേട്ട് ഞാൻ പറഞ്ഞത് കേൾക്കുകയാണെങ്കിൽ, ഇത് അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നീതി, യുവർ റൈച്ചസ്നെസ് ഷുഡ് എക്സീഡ് ദ റൈച്ചസ്നെസ് ഓഫ് ഫാരിസീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അനുസരിക്കണം. ശരിക്കും ഞാൻ പറഞ്ഞ കേൾക്കണം, ഉള്ളീന്ന് കേൾക്കണം, സ്വഭാവം മാറണം എന്ന കാര്യങ്ങൾ സ്ട്രെസ് ചെയ്യാണ്. ഇതേ കാര്യം 7-ാം അധ്യായം 13 മുതൽ 18 വരെ കർത്താവ് അത് ചെയ്യുന്നത്. കാരണം ഇതേ കാര്യങ്ങൾ, സ്പെഷ്യലി 15 വാക്യം മുതൽ ഫാൾസ് പ്രോഫിറ്റ്സ് ഉണ്ട്, ട്രൂ പ്രോഫിറ്റ്സ് ഉണ്ട്. അവരുടെ ആക്ഷനിൽ നിന്ന് അവരെ കണ്ടുപിടിക്കാം. ആ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും പറഞ്ഞതിന് സാരം എന്ന് പറഞ്ഞത്, മനുഷ്യന് വളരെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ദൈവത്തെ അനുഗമിക്കേണ്ടത് എങ്ങനെയാന്ന്. കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക, കഴിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പാപ. കഴിക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കണം. നല്ല കാര്യങ്ങളാണ്. നമുക്ക് ഒത്തിരി ചട്ടക്കൂട്ടുകളുണ്ട്, കറക്റ്റാണ്, നല്ലതാണ്. മനുഷ്യന് സങ്കല്പത്തിൽ ദൈവത്തെ അനുഗമിക്കേണ്ടത് എങ്ങനെയാണ്? ബൈബിൾ സ്റ്റഡി, രാവിലെ പ്രാർത്ഥിക്കണം, വൈകിട്ട് പ്രാർത്ഥിക്കണം, പറ്റിയ ഉച്ചയ്ക്കും പ്രാർത്ഥിക്കണം. ഇതെല്ലാം നല്ലതാണ്, ഇഷ്ടംപോലെ ആക്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന്, കടപ്പാടിൽ നിന്ന് ഇതൊന്നും വന്നില്ലെങ്കിൽ പരീശന്മാരുടെ നീതി പോലെ ആയിട്ടുള്ളൂ. അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിൽ കയറില്ല എന്നും പറഞ്ഞാണ് 5:20 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സോ ഡിസൈപ്പിൾഷിപ്പ് ലൈഫ് ഈസ് എ ലൈഫ് ദാറ്റ് ഈസ് വെരി ചാലഞ്ചിങ്. പക്ഷേ ദൈവത്തോടുള്ള ആ സ്നേഹബന്ധത്തിൽ അടങ്ങിയിരിക്കുന്ന കടപ്പാട്, ഇത്രയും ദൈവം എനിക്ക് വേണ്ടി ചെയ്തു, എൻ്റെ പാപത്തെ ക്ഷമിച്ചു, എന്നെ സ്നേഹിച്ചു, ഞാൻ സ്നേഹിക്കുന്നതിന് മുമ്പ് എന്നെ സ്നേഹിച്ചു, ഞാൻ നിന്നെ സ്നേഹിച്ചോട്ടെ എന്ന് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയുമായിരുന്നു, വേണ്ട, ഇതൊക്കെ വെറുതെ മെനക്കേടാ, ദൈവം തെരഞ്ഞെടുത്തു. ഞാൻ തെറ്റിപ്പോകുന്ന ചാൻസിൽ പോലും ദൈവം എന്നെ തെരഞ്ഞെടുത്തു, പുത്രനെ അയച്ചു, കുരിശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് എനിക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നു, പക്ഷപാതം ചെയ്യുന്നു. ഇത്രയൊക്കെ അറിഞ്ഞിട്ട് ഒരു കടപ്പാട് നമുക്ക് തോന്നിയില്ലെങ്കിൽ നമ്മൾ ശിഷ്യത്വത്തിന്റെ വഴിയിലല്ല. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ അനുസരിക്കാൻ ദൈവം സഹായിക്കട്ടെ. സോ അടുത്ത ക്ലാസ്സിൽ മുതൽ ഇതൊന്നും നമ്മൾ ചെയ്യില്ല. നമുക്ക് എങ്ങനെ കർത്താവിനെ അനുസരിക്കാം എന്ന കാര്യം ഫോക്കസ് ചെയ്ത് 5 പ്രസംഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നതാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ.